നമ്മൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പെട്ടുപോയാൽ നമ്മൾ ഇന്ത്യക്കാരനെന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ അവിടെ ഓടിച്ചെല്ലുന്ന സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ആയതുകൊണ്ടും ഇന്ത്യൻ എംബസി ആയതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ആ സ്ഥലത്തേക്ക് നമുക്കൊരു ധൈര്യമില്ലാതെ, നമ്മളെ ഒരു വിലയില്ലാതെ, നമ്മളെ കർത്തവർഗക്കാരനും തൗട്ടുവർഗക്കാരനുമായി കാണുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തോടി പോയി പണി നോക്കാൻ പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും പറയുന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ അവിടുന്ന് എല്ലാ കരാറുകളും ഒപ്പിട്ട് ഞങ്ങൾ 800 കോടി രൂപേൻ്റെ ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്താമെന്നും 500 ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ഇവിടെ നടത്താമെന്നും ഒക്കെ കരാർ ഒപ്പിട്ടിട്ട് ഒരക്ഷരവും മിണ്ടാതെ തിരിച്ചു വന്നു കഴിയുമ്പോഴും പുറകെ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അഴിച്ച് ഫ്ലൈറ്റിൽ കയറ്റി. ഈ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അത് കാർഗോ ഫ്ലൈറ്റാണ്. 4, 5, 6 ഡിഗ്രി തണുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുവരുന്ന അവസ്ഥയാലോചിക്കും. 40-46 മണിക്കൂറൊക്കെ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ അകത്ത് 46 ഡിഗ്രി തണുപ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാലോചിച്ച് നോക്കിക്കേ. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് അവർ കേസില്ല. നമ്മുടെ രാജ്യത്ത് എന്താ കേസ്? നമ്മുടെ രാജ്യത്ത് ഒരു കേസും ഇല്ല. അവർ ഡീപ്പോർട്ട് ചെയ്യാതെ അവരെ ജയിലിടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അവരെ രാജ്യത്തെ നിയമം എന്ന് പറയാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ ഒരു നിയമമില്ല. നിങ്ങളുടെ രാജ്യത്തൊരു ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് പൗരന്മാരെ നമ്മൾ സഹകരിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക. അവിടെ കൈവിലം കെട്ടിട്ടാണ് വിടുന്നത്, കാൽവിൽ കെട്ടാണ് ഇടുന്നത്. ഇന്ത്യൻ എയർ സ്പേസിൽ അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ പൗരനെ കൈവിലങ്ങണിയിക്കുകയാണ്.